90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ മറ്റൊരു വാർത്തയ്ക്കായി തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ബിജു രമേശിന്റെ പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലുള്ള ബാർക്കോഴ കേസിൽ ഗവർണറുടെയും സ്പീക്കറിന്റെയും അനുമതി കാത്ത് വിജിലൻസ്. ബാർക്കോഴയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും 2 മുൻ മന്ത്രിമാർക്കുമെതിരെ അന്വേഷണത്തിന് മുഖ്യമന്ത്രി നേരത്തെ അനുമതി കൊടുത്തിരുന്നു. ഗവർണറുടെയും സ്പീക്കറുടെയും അനുമതി കൂടി ലഭിച്ചാൽ ബാർക്കോഴ കേസിൽ വീണ്ടും വിജിലൻസ് അന്വേഷണം നടത്തും. തിരുവനന്തപുരത്ത് ദീപക് മലയമ്മ വിശദാംശങ്ങളുമായി ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ? ഈ അനുമതിക്ക് ശേഷം ഉണ്ടായ പ്രശ്നങ്ങൾ, മുഖ്യമന്ത്രി അനുമതി കൊടുത്ത വലിയ വാർത്തയായിരുന്നല്ലോ. ബാർക്കോഴ കേസ് വീണ്ടും വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസിന്റെ ആവശ്യപ്രകാരം മുഖ്യമന്ത്രി ആ ഒരു ഫയലിൽ ഒപ്പിടുകയും വിജിലൻസ് അന്വേഷണം ആവാമെന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. പ്രധാനമായും ബിജു രമേശ് ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് 1 കോടി രൂപ കോഴ ഇനത്തിൽ നൽകി. ഒപ്പം തന്നെ മുൻ മന്ത്രിമാരായ കെ ബാബുവിന് 50 ലക്ഷം, അതുപോലെ വി എസ് ശിവകുമാറിന് 25 ലക്ഷം രൂപ നൽകി എന്നുള്ളതാണ്. ഈ ഒരു ആരോപണത്തിൽ വിജിലൻസ് പ്രാഥമികമായ ഒരു അനൗദ്യോഗികമായിട്ടുള്ള ഒരു അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് കേസെടുക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു മുന്നോട്ട് വെച്ചിരിക്കുന്നത് കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെച്ചത്. അതിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചു. പിന്നീട് വേണ്ടത് സ്പീക്കറുടെയും ഗവർണറുടെയും കൂടി അനുമതിയാണ് ഇനി ലഭ്യമാകാനുള്ളത്. അത്തരത്തിൽ അനുമതി ലഭ്യമാകുമോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ അനുമതി ലഭ്യമാവുകയാണെങ്കിൽ വിജിലൻസിന് തുടരന്വേഷണവുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അടുത്തെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷത്തെ പൂട്ടാനുള്ള ആയുധമായാണ് ഈ ഒരു വിജിലൻസ് അന്വേഷണത്തെ കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ളത് അത്തരത്തിലൊരു പ്രതിരോധം തീർക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ തന്നെ ബിജു രമേശ് വെളിപ്പെടുത്തിയ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. ജോസ് കെ മാണിയുടെ പേര് ഈ കേസുമായി ബന്ധപ്പെട്ട് വലിച്ചിഴയ്ക്കാതിരിക്കാൻ വേണ്ടി ബിജു രമേശിന് 10 കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നുള്ള ഒരു ആരോപണം കൂടി ബിജു രമേശ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അഴിമതിയുടെ വിഭാഗത്തിലേക്ക് ആ കേസ് കൂടി വരില്ലേ എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇതിനെ വലിയ രീതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കുകയും വലിയ വിവാദത്തിലേക്ക് സർക്കാർ പോവുകയും ചെയ്ത ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ബാർക്കോഴ കേസ് വലിയ കോളിളക്കം സംസ്ഥാനത്ത് സൃഷ്ടിച്ച ഒരു കേസാണ്. ആ കേസ് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ട്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ സ്പീക്കറുടെയും ഗവർണറുടെയും അനുമതി ഉണ്ടാകുമോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളാണ് വരും ദിവസങ്ങളിലും വലിയ ചർച്ചയാവുക. ഇന്ന് അത് സംബന്ധിച്ച ഏതെങ്കിലും തീരുമാനം സ്പീക്കറുടെയും ഗവർണറുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. താങ്ക് യു. ദീപക് മലയമ്മയാണ് നമുക്കൊപ്പം ചേർന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. രൂപീകൃതമായ അന്നു മുതൽ 25 കൊല്ലം തുടർച്ചയായി LDF ഭരിക്കുന്ന നഗരസഭയാണ് കൊയിലാണ്ടി. തുടർഭരണം ഉറപ്പിച്ചു മുന്നേറുന്ന ഇടതുമുന്നണി ഇത്തവണ പിടിച്ചുകെട്ടും എന്നാണ് UDFന്റെ അവകാശവാദം. തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയതിൻ്റെ ആത്മവിശ്വാസവും UDFനുണ്ട്. സ്പെഷ്യൽ ഗ്രേഡ് പഞ്ചായത്തായിരുന്ന കൊയിലാണ്ടി നഗരസഭയായി മാറുന്നതുവരെ UDFന്റെ ശക്തികേന്ദ്രമായിരുന്നു. എന്നാൽ നഗരസഭയായി മുഖം മിനുക്കിയതോടെ ഇടതുകോട്ടയായി മാറി. 25 വർഷമായി തുടരുന്ന നഗരസഭയിലെ ഈ തകർക്കാനാകാത്ത ജനകീയ ആധിപത്യം തന്നെയാണ് LDFന്റെ ആത്മവിശ്വാസം. 44 അംഗ കൗൺസിലിൽ LDF 29, UDF 13, BJP 2 എന്നിങ്ങനെയാണ് സീറ്റ് നില. 5 വർഷം പൂർത്തിയാക്കിയ ഭരണസമിതിക്ക് പറയാനുള്ളത് നേട്ടങ്ങളുടെ ഒരു നീണ്ട പട്ടികയാണ്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് നഗരസഭാ ഭരണം മുന്നോട്ട് പോയിട്ടുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റമായി കൊയിലാണ്ടി വീണ്ടും മാറും എന്നതാണ് എല്ലാവരോടും ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്നാൽ 25 വർഷമായി LDF ഭരിക്കുന്ന നഗരസഭയിൽ മാലിന്യ സംസ്കരണത്തിന് ഫലപ്രദമായ സംവിധാനമില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. ട്രഞ്ചിങ് ഗ്രൗണ്ട് ഇല്ലാത്തതിനാൽ ഖരമാലിന്യങ്ങൾ അശാസ്ത്രീയമായാണ് കൈകാര്യം ചെയ്യുന്നത്. തുടർച്ചയായി LDFന്റെ ഭരണം നിലനിൽക്കുന്ന ഈ നഗരസഭ ഇന്ന് ആകെ ജനങ്ങൾ മടുത്ത ഒരവസ്ഥയിലാണുള്ളത്. അതിൻ്റെ വളരെ നല്ല പ്രതികരണങ്ങൾ ഇപ്പോൾ പരസ്യമായി തന്നെ പലരും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. UDF അനുഭാവികൾ മാത്രമല്ല, UDFന് പുറത്തുള്ള കൊയിലാണ്ടിയിലെ പൊതുസമൂഹം മൊത്തം ഇവിടെ ഒരു ഭരണമാറ്റം പ്രതീക്ഷിക്കുകയാണ്. തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയതിന്റെ ആത്മവിശ്വാസം ഇത്തവണ UDFനുണ്ട്. എന്നാൽ 25 വർഷമായി കാക്കുന്ന ഇടതുകോട്ടയിൽ ഭരണ തുടർച്ച ഉറപ്പിച്ചാണ് LDFന്റെ പ്രചാരണം മുന്നോട്ടു പോകുന്നത്. 24 കോഴിക്കോട്. ഇനി നമ്മൾ മലപ്പുറത്തേക്ക്. കോവിഡ് പശ്ചാത്തലത്തിൽ 9 മാസത്തോളം അടഞ്ഞുകിടന്ന മലപ്പുറം കോട്ടക്കുന്ന് പാർക്ക് തുറന്നു. സർക്കാർ ടൂറിസം മേഖലയ്ക്ക് ഇടവുകൾ പ്രഖ്യാപിച്ചതോടെയാണ് നിയന്ത്രണങ്ങളോടെ സന്ദർശകർക്കായി ഈ പാർക്ക് തുറന്നിരിക്കുന്നത്. മിറക്കിൾ ഗാർഡൻ അടക്കം വിപുലമായ കാഴ്ചകളാണ് സന്ദർശകർക്കായി കോട്ടക്കുന്നിൽ ഒരുക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് അഷ്കർ അലി തത്സമയം ചേരുന്നു. അഷ്കർ അലി, ഗുഡ് മോർണിംഗ്. കോട്ടക്കുന്ന് പാർക്ക് തുറന്നതിന് ശേഷമുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്?
എസ്കൻ കോട്ടക്കുന്ന് പാർക്ക് എന്ന് പറയുന്നത് മലപ്പുറത്തുള്ള ഒരു വികാരം തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് മലപ്പുറം നഗര കേന്ദ്രത്തിൽ തന്നെ ഇത്തരമൊരു മനോഹരമായ പാർക്ക് ഉണ്ട് എന്നുള്ളത് തന്നെ ഇവിടെ എല്ലാ ആളുകളെയും സംബന്ധിച്ച്. കാരണം രാവിലെ നടത്തത്തിന് വേണ്ടി മാത്രം ഏകദേശം 300-ലധികം ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ് മലപ്പുറം കോട്ടക്കുന്ന് പാർക്ക് എന്ന് പറയുന്നത്. അത്രത്തോളം ഈ പാർക്ക് കഴിഞ്ഞ 9 മാസമായി കോവിഡ് മൂലം അടഞ്ഞു കിടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനുശേഷം വിപുലമായ സൗകര്യങ്ങളോടുകൂടിയാണ് പാർക്ക് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സന്ദർശകർക്ക് വേണ്ടി പാർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. മിറാക്കിൾ ഗാർഡനും അതുപോലെ തന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ, അതുപോലെ കുട്ടികൾക്കുള്ള കൂടുതൽ അഡ്വഞ്ചർ പാർക്ക് ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങളോടെയാണ് ഇത്തവണ വീണ്ടും കോട്ടക്കുന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കോവിഡിൻ്റെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് സന്ദർശകർക്ക് ഇങ്ങോട്ട് പ്രവേശനമുള്ളത്. എന്നിരുന്നാൽ പോലും 40 ഇനം, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടക്കുന്ന് പാർക്കിലെ മിറാക്കിൾ ഗാർഡൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇവിടെ ഏകദേശം എല്ലാ കാലത്തും ഏത് കാലം വന്നാലും ആ കാലങ്ങളിലൊക്കെ പൂത്തു നിൽക്കുന്ന രീതിയിലുള്ള 40 ഇനം ചെടികൾ പ്രത്യേകം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതിന് മാത്രം ഏകദേശം 5 ലക്ഷം രൂപയുടെ ചെടികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെ കോട്ടക്കുന്നിൽ 2 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഈ അടച്ചിടൽ കാലത്ത് നടത്തുകയുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ സന്ദർശകർ ഈ കോട്ടക്കുന്ന് വിപുലമായ സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നത്. കാണികൾക്ക് ഏറെ ആകർഷിപ്പിക്കുന്ന നയനമനോഹരമായ ഒരുപാട് കാഴ്ചകൾ പാർക്കിൽ ഒരുക്കിയിരിക്കുന്നു. അതുപോലെ പാർക്കിൻ്റെ 4 ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന നടപ്പാത കൂടുതൽ മോടി പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സൈക്കിൾ ട്രാക്കുകളും അതുപോലെ അഡ്വഞ്ചർ പാർക്കുകളും ഉൾപ്പെടെ വിപുലമായ സൗകര്യത്തോടെയാണ് ഇപ്പോൾ കോട്ടക്കുന്ന് പാർക്ക് വീണ്ടും നവീകരിച്ച ശേഷം തുറക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാഴ്ച. മാത്രമല്ല, ഇപ്പോൾ നേരത്തെ 2 എൻട്രൻസ് ഉണ്ടായിരുന്നു കോട്ടക്കുന്ന് പാർക്കിന്. അത് പൂർണ്ണമായി നിർത്തലാക്കി ഒരു എൻട്രൻസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരേ സമയം 250 പേരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ആളുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കി അവരുടെ പേര് വിവരങ്ങളടക്കം എഴുതി വെച്ചതിന് ശേഷം മാത്രമാണ് പാർക്കിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കുക. എന്നാൽ പാർക്കിൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ എല്ലാ ആളുകളെയും പോലും മലപ്പുറം ജില്ലയിലുള്ള ഓരോ ആളുകളും ജില്ലയുടെ പുറത്തുള്ള ആളുകൾ പോലും വരുന്ന ഒരു പാർക്കാണ് കോട്ടക്കുന്ന് പാർക്ക്. അതുകൊണ്ട് ആ പാർക്കിലേക്ക് ഒരുപാട് ആളുകളെ ഏറെ ആകർഷിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ കോവിഡിൻ്റെ കാലത്ത് നമ്മളൊക്കെ അനുഭവിച്ചിരുന്ന ഒരു മാനസികമായ ഒരു വലിയൊരു ആഘാതമുണ്ടായിരുന്നു. അതിനൊക്കെ ഏറെ ആശ്വാസം പകരുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കോട്ടക്കുന്ന് പാർക്കിലെത്തിയാൽ കാണാൻ കഴിയുക. ജില്ല ഈ കോവിഡിൽ നിന്നുകൂടി മോചിതരായി വരുന്നു എന്നുള്ള ഒരു സന്ദേശം കൂടി നമുക്ക് ഇതിലൂടെ പങ്കുവയ്ക്കാൻ കഴിയും. കാരണം എല്ലാം അടച്ചിട്ട്, കോട്ടക്കുന്ന് അടച്ചിട്ട് എന്ന് പറഞ്ഞാൽ തന്നെ മലപ്പുറത്തിൻ്റെ ഹൃദയം അടച്ചിടുന്നത് പോലെയാണ്. കാരണം അത്രത്തോളം മലപ്പുറത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പാർക്കാണ് ഈ കോട്ടക്കുന്ന് പാർക്ക് എന്നുള്ളത്. DTPCയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് കോട്ടക്കുന്ന് പാർക്ക്. എന്തായാലും ഏറെ 9 മാസങ്ങൾക്ക് ശേഷം സന്ദർശകർക്കായി കോട്ടക്കുന്ന് പാർക്ക് ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുന്നു. നയനമനോഹരമായ കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്നു. ആളുകളെ സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോൾ വീണ്ടും കോട്ടക്കുന്ന് പാർക്ക്. SKN. ഓക്കെ, താങ്ക് യു. അഷ്കർ അലിയാണ് മലപ്പുറത്ത് നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. കൊച്ചി കോർപ്പറേഷനിൽ നിശബ്ദ പ്രചരണം നടക്കുന്ന ഡിവിഷനാണ് ഐലൻഡ് നോർത്ത്. ചുവരെഴുത്തുകളും പോസ്റ്ററുകളും ഒന്നും ഇവിടെ അനുവദനീയമല്ല. മേയർ സ്ഥാനം ലക്ഷ്യമിടുന്ന കോൺഗ്രസ് നേതാവ് N വേണുഗോപാലാണ് ഐലൻഡ് ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി. കൊച്ചിൻ കോർപ്പറേഷനിലെ ഇത്തിരി കുഞ്ഞൻ ഡിവിഷനാണ് വെല്ലിംഗ്ടൺ ഐലൻഡ്. ആകെ 649 വോട്ടർമാർ. ചുവരെഴുത്തുകൾ, ബാനറുകൾ, സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകൾ എന്നിങ്ങനെ മറ്റിടങ്ങളിലെ തിരഞ്ഞെടുപ്പ് ആരവമൊന്നും ഇവിടെ കാണാനില്ല. കാരണമുണ്ട്. കൊച്ചിൻ പോർട്ടടക്കമുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന നിയന്ത്രിത മേഖലയാണിവിടം. പോസ്റ്ററുകൾ പതിക്കാൻ മാത്രം സ്വകാര്യ സ്ഥലങ്ങളൊന്നും ഇവിടെയില്ല. സ്ഥാനാർത്ഥികൾക്ക് ചിലവ് നന്നേ കുറവെന്ന് ചുരുക്കം. മുൻ GCDA ചെയർമാൻ കൂടിയായ N വേണുഗോപാലാണ് ഐലൻഡ് ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി. പോസ്റ്ററുകൾ പാടില്ല, ഒട്ടിക്കാൻ പറ്റില്ല, പിന്നെ എഴുത്തു പറ്റില്ല, ബോർഡുകൾ അങ്ങനെ വെക്കാൻ പറ്റില്ല. പോസ്റ്റർ ഒട്ടിക്കുന്നതിനേക്കാൾ കുറേ കൂടി ശാരീരികമായ സ്ട്രെയിൻ ഇവരെല്ലാവരും എടുക്കും. ഇവരെല്ലാം ഇവിടുത്തെ വോട്ടർമാരാണ്. പുറത്തുനിന്നാരെയും ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഇക്കുറി UDF അധികാരത്തിലെത്തിയാൽ മേയർ സ്ഥാനം ലക്ഷ്യമിട്ടാണ് N വേണുഗോപാലിന്റെ പോരാട്ടം. എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം കൊണ്ടും സാന്നിധ്യം കൊണ്ടും ബന്ധമുള്ള ഒരു ഡിവിഷനാണിത്. നിന്നിട്ടുള്ള 2 തെരഞ്ഞെടുപ്പിലും ഞാൻ ഇവിടുന്ന് ജയിച്ചിട്ടുണ്ട്. ഐലൻഡിലെ വോട്ടർമാരെല്ലാം സർക്കാർ ജീവനക്കാരാണ്. എല്ലാവരും ക്വാർട്ടേഴ്സുകളിൽ കഴിയുന്നവർ. പ്രചാരണ ബോർഡുകളൊന്നുമില്ലെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് എല്ലാ വോട്ടർമാരെയും പല റൗണ്ട് നേരിൽ കണ്ട് വോട്ട് ചോദിക്കാം. CITU നേതാവ് CD നന്ദകുമാറാണ് LDFനായി കളത്തിലുള്ളത്. 24 കൊച്ചി. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. പാലാരിവട്ടം അഴിമതി കേസിൽ റിമാൻഡിലുള്ള മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ മെഡിക്കൽ ബോർഡ് നാളെ വീണ്ടും യോഗം ചേരും. ഇതിനുശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് അവർ കൊടുക്കുക. ജനറൽ ആശുപത്രി സൂപ്രണ്ട് അനിതയുടെ നേതൃത്വത്തിലുള്ള 6 വിദഗ്ധ ഡോക്ടേഴ്സാണ് ഇബ്രാഹിം കുഞ്ഞിനെ ഇന്നലെ പരിശോധിച്ചത്. റിപ്പോർട്ട് പരിശോധന ശേഷം കോടതി അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡി അപേക്ഷയും പരിഗണിക്കും. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി തത്സമയം ചേരുന്നു. സഹിൻ, കൂടുതൽ വിശദാംശങ്ങൾ.
എസ്കെൻ പാലാരിവട്ടം മേൽപ്പാലം അഴിമതി കേസിലെ 5ാം പ്രതിയും മുൻ മന്ത്രിയുമായിട്ടുള്ള VK ഇബ്രാഹിം കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി ഇന്നലെ 6 പേരടങ്ങുന്ന ഡോക്ടർമാരുടെ സംഘം പരിശോധിക്കുകയുണ്ടായി. എസ്കെൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിലെ സൂപ്രണ്ടന്റ് അനിതയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു പരിശോധന നടത്തിയത്. ഇതിൽ സൈക്കോളജി വിഭാഗത്തിലെ ഡോക്ടർ ഉണ്ടായിരുന്നു, കൂടാതെ കാർഡിയോളജി ഉണ്ടായിരുന്നു, ഓങ്കോളജി ഉണ്ടായിരുന്നു. അങ്ങനെ 5 വിദഗ്ധ ഡോക്ടർമാരും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ഈ ഡോക്ടർമാർ വിശദമായി തന്നെ ഇബ്രാഹിം കുഞ്ഞിനെ പരിശോധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മാനസിക നില പരിശോധിക്കുന്നതിന് വേണ്ടി മാത്രം അരമണിക്കൂറോളമാണ് ഡോക്ടർമാർ ഇബ്രാഹിം കുഞ്ഞുമായി സംസാരിച്ചത്. ഇതിന് ഈ ഒരു റിപ്പോർട്ടിന്റെ അന്തിമ രൂപം നാളെയായിരിക്കും തയ്യാറാക്കുക. ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ ഫലത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഡോക്ടർമാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരുമായി ഈ നിലവിലെ മെഡിക്കൽ സംഘം സംസാരിക്കുകയുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന് ഗുരുതരമായ രോഗം തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ നിന്നും അദ്ദേഹത്തെ ഇവിടെ നിന്ന് മറ്റേതെങ്കിലും ജനറൽ ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കോ മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് മെഡിക്കൽ സംഘം പരിശോധിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള പരിശോധനയാണ് പൂർത്തിയായത്. നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും യോഗം ചേരാൻ തന്നെയാണ് മെഡിക്കൽ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് DMOയ്ക്ക് സമർപ്പിക്കുക. DMO പിന്നീട് ഇത് കോടതിയിലേക്ക് കൈമാറുകയും ചെയ്യും. അതോടൊപ്പം തന്നെ വിജിലൻസിന്റെ ഭാഗത്തുനിന്നും തന്ത്രപരമായ കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസിൽ ഇപ്പോൾ നിലവിൽ 17 പ്രതികളുണ്ട്. കൂടുതൽ ആളുകൾ ഇനിയും പ്രതികളാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നതും. കഴിഞ്ഞ ദിവസം ഈ ഫയലിൽ, അതായത് കരാറുകാരന് മുൻകൂർ പണം നൽകാൻ തീരുമാനിച്ചിരുന്ന ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ, അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനമെടുത്ത മുഴുവൻ ഉദ്യോഗസ്ഥരെയും വിജിലൻസ് പ്രതിയേർത്തിരുന്നു. ഇനി ഈ പാലാരിവട്ടം മേൽപ്പാലം അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ സഹായങ്ങൾ ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥരിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത്തരത്തിൽ അന്നത്തെ IAS ഉദ്യോഗസ്ഥരെ അടക്കം വീണ്ടും ചോദ്യം ചെയ്യാനാണ് വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. മുഹമ്മദ് അനീഷിനെ അടക്കം വീണ്ടും ചോദ്യം ചെയ്യുമെന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തെ കേസിൽ പ്രതിയേർത്തിട്ടുണ്ട്. കേസിലെ 10ാം പ്രതിയാണ് മുഹമ്മദ് അനീഷ്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം ആവശ്യമെങ്കിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീളുമെന്നുള്ളതും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും വിജിലൻസ് സംഘം അത്തരത്തിലുള്ള തന്ത്രപരമായ ഒരു നീക്കം അല്ലെങ്കിൽ ചടുലമായ ഒരു നീക്കം വിജിലൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. SK. താങ്ക് യു സഹിൻ ആന്റണി. മറ്റൊരു വാർത്തയിലേക്ക്. അവിശ്വാസ പ്രമേയത്തിലൂടെ നഷ്ടമായ ഭരണം പിടിക്കാൻ UDFും ഭരണം നിലനിർത്താൻ LDFും മത്സരിക്കുകയാണ്. ഫറോക്ക് നഗരസഭയിലാണ് ഈ സംഭവം. വികസന നേട്ടങ്ങളുടെ അവകാശവാദവുമായി ഇരു മുന്നണികളും പോരിനിറങ്ങുമ്പോൾ നില മെച്ചപ്പെടുത്താൻ BJPയും രംഗത്തുണ്ട്. 1955 ഫറൂഖ് പഞ്ചായത്ത് നിലവിൽ വന്നത്. 2015 നഗരസഭയായി. പിന്നീട് നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ 18 സീറ്റിൽ LDFും 17 സീറ്റിൽ UDFും ജയിച്ചു. 2 സീറ്റ് സ്വതന്ത്രരും 1 സീറ്റ് BJPയും നേടി. സ്വതന്ത്രരുടെ പിന്തുണയോടെ ആദ്യ ഭരണം UDF സ്വന്തമാക്കി. കോൺഗ്രസിലെ 2 കൗൺസിലറും 1 സ്വതന്ത്ര അംഗവും കൂറുമാറിയതോടെ ഭരണം LDFിന്റെ കയ്യിലായി. കൂറുമാറിയ കോൺഗ്രസ് കൗൺസിലർമാരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നീട് അയോഗ്യരാക്കുകയും ചെയ്തു. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ഇത്തവണ LDFിന്റെ പ്രചാരണം. LDF ഭരിച്ചതിന് ശേഷം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഫറോക്ക് മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ വമ്പിച്ച രൂപത്തിലുള്ള പുരോഗതിയാണ് MLA കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാരിൻ്റെ കൂടി സഹായത്തോടു കൂടിയിട്ട് ചെയ്തുള്ളൂ. എന്നാൽ വികസന പദ്ധതികളെല്ലാം തങ്ങളുടെ ഭരണകാലത്ത് നടപ്പിലാക്കിയതാണെന്നാണ് UDFിന്റെ അവകാശവാദം. UDF ഭരണകാലത്ത് കൊണ്ടുവന്ന ജപ്പാൻ കുടിവെള്ളം ഇവർ ആ കാലത്ത് കൊണ്ടുവന്നൊരു കുടിവെള്ളം ജനങ്ങൾക്ക് കിട്ടി എന്നുള്ളതല്ലാതെ വേറെ ഒരു എന്തെങ്കിലും അതും അതിൻ്റെ 95% വർക്ക് നടത്തിയത് UDF ഗവൺമെൻറ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഉപയോഗപ്പെടുത്തി നില മെച്ചപ്പെടുത്താൻ BJPയും രംഗത്തുണ്ട്. ഇതോടെ ഫറൂഖ് നഗരസഭ ആർക്കൊപ്പമാണെന്ന് കണ്ടറിയാം. 24 കോഴിക്കോട്. നമ്മൾ അതിലോട്ട് മാറാം. മറ്റൊരു വാർത്തയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചെന്നൈയിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് നിർണായക കൂടിക്കാഴ്ചകൾ നടത്തും. തെരഞ്ഞെടുപ്പിൽ സഖ്യം തുടരുമെന്ന് BJPയും DMKയും പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ BJP സംസ്ഥാന നേതൃത്വത്തിന് അമിത്ഷാ നിർദ്ദേശവും കൊടുത്തു. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. പറയൂ കൂടുതൽ വാർത്തകൾ ഈ കാര്യത്തിൽ. ഗുഡ് മോർണിംഗ് SK. ഗുഡ് മോർണിംഗ് SK. ഇന്ന് 11 മണി വരെയാണ് അമിത്ഷാ ചെന്നൈയിൽ ഉണ്ടാകുക. ഇതിന് മുന്നോടിയായി തന്നെ ചില നിർണായക കൂടിക്കാഴ്ചകൾ നടത്തുമെന്നാണ് അവിടുത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമായും ഈ സ്റ്റാലിനുമായി എഴുന്നേൽക്കുന്ന അളഗിരിയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയുണ്ട്. അളഗിരിയുടെ പാർട്ടി പ്രവേശനം ഒരുപക്ഷെ ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പുതിയൊരു പാർട്ടി രൂപീകരിച്ച് NDAയുടെ ഭാഗമാകാനാണ് സാധ്യത. എന്തായാലും അത്തരം ചർച്ചകൾക്കുള്ള സാധ്യത തന്നെയാണ് ഇന്ന് ഏറ്റവും പ്രധാനമായും പറയാൻ സാധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രജനീകാന്തിന്റെ കൂടിക്കാഴ്ച ഒരുപക്ഷെ ഇന്ന് എന്തായാലും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അത് നീണ്ടുപോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പ്രധാനമായും ഈ കോവിഡ്
രോഗവ്യാപനത്തെ തുടർന്നാണ് അത്തരം നീണ്ടുപോകാനുള്ള കാരണമെന്നാണ് രജനീകാന്തിന്റെ ഓഫീസ് അനൌദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഇതുവരെ അമിത്ഷായുടെ ഈ സന്ദർശക കൂടിക്കാഴ്ച ലിസ്റ്റിലും ഈ രജനീകാന്തുമായുള്ള കൂടിക്കാഴ്ചയുടെ സംബന്ധിച്ച് ഒരു വിവരവുമില്ല. അതുകൊണ്ട് തന്നെ ഈ രജനീകാന്തിന്റെ കൂടിക്കാഴ്ച വൈകാൻ തന്നെയാണ് സാധ്യത. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BJP തമിഴ്നാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ ഒരു ചുവട് ഉറപ്പിക്കാൻ തന്നെയാണ് BJPയുടെ നീക്കം. അത് തന്നെയാണ് അമിത്ഷായുടെ ചെന്നൈ സന്ദർശനത്തിന് പിന്നിലെ ലക്ഷ്യമുണ്ടായിരുന്നത്. ഇന്നലെ നടന്ന കോർ കമ്മിറ്റി യോഗത്തിൽ നേതൃത്വത്തിനോട് കൃത്യമായി നിർദ്ദേശം നൽകിയിരിക്കുന്നു. പ്രചാരണ പരിപാടികളൊക്കെ തന്നെ ശക്തിപ്പെടുത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റ് സഖ്യകക്ഷികളൊക്കെ തന്നെ കൂടെ ചേർന്ന് സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നിലപാടുണ്ടാകുമെന്ന് BJP യോഗത്തിൽ അമിത്ഷാ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും അണ്ണാ DMKയും BJPയും തമ്മിൽ സഖ്യകക്ഷിയെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമായത്. നേരത്തെ തന്നെ ഈ അണ്ണാ DMKയുമായി ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ തന്നെ ഇന്നലത്തെ അമിത്ഷായുടെ ചെന്നൈ സന്ദർശനത്തിൽ അതെല്ലാം തന്നെ പരിഹരിക്കപ്പെട്ടു എന്ന് വ്യക്തമാവുന്ന പ്രതികരണമാണ് അണ്ണാ DMKയുടെ ഭാഗത്തും ഉണ്ടായത്. പ്രധാനമായും ഈ വേൽ യാത്ര സംബന്ധിച്ച് അണ്ണാ DMKയും BJPയും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ നിലനിന്നിരുന്നു. അതെല്ലാം തന്നെ ഇന്നലത്തെ അമിത്ഷായുടെ സന്ദർശനത്തിലെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും തമിഴ് വികാരമെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു അമിത്ഷായുടെ ഇന്നലത്തെ പ്രസംഗം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിനെ എത്രത്തോളം ശ്രദ്ധ ചെലുത്തുമെന്ന് അമിത്ഷായുടെ ഇന്നലത്തെ പ്രസംഗത്തിൽ തന്നെ വ്യക്തമായിരുന്നു. സ്വാഭാവികമായിട്ടും വരാനിരിക്കുന്ന മെയ്യിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഇതുവരെ BJPക്ക് ഒരു ബാലികേറ മലയായിരുന്നു തമിഴ്നാടെങ്കിൽ ഇത്തവണ അത് കൃത്യമായി തന്നെ ഒരു ശ്രദ്ധ ചെലുത്തുന്ന ഒരു സംസ്ഥാനമായി തന്നെ ഇപ്പോൾ മാറിയിരിക്കുന്നുണ്ട്. താങ്ക് യു നിതിൻ അംബുജാനാണ് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ദ്രാവിഡ രാഷ്ട്രീയത്തിൽ BJP നിർണായക സ്വാധീനം ചെലുത്താനുള്ള നീക്കങ്ങൾ തമിഴ്നാട്ടിൽ ആരംഭിച്ചുവെന്നാണ് നിതിൻ അംബുജൻ നമ്മോട് പറയുന്നത്. ഇനി നമുക്ക് 24 റൗണ്ടപ്പിന് സമയമാകുന്നു. 24 റൗണ്ടപ്പുമായി നമുക്കിപ്പം പ്രവിത ലക്ഷ്മി ഇപ്പോൾ ചേരുന്നു. പ്രവിത, ഗുഡ് മോർണിംഗ്. ഓവർ ടു യു ഫോർ 24 റൗണ്ടപ്പ്. താങ്ക് യു. എല്ലാ പ്രേക്ഷകർക്കും 24 റൗണ്ടപ്പിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് കേസിലെ വിവാദ ശബ്ദരേഖയിൽ പോലീസ് അന്വേഷണം നടത്തും. നടപടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യത്തെ തുടർന്ന് ഹൈടെക് സെല്ലിന്റെ ചുമതലയുള്ള അഡീഷണൽ SP ES ബിജുമോന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘത്തിന് അന്വേഷണ ചുമതല. EDയുടെ കത്ത് ജയിൽ വകുപ്പ് മേധാവി DGPക്ക് കൈമാറി. ബാർ കോഴക്കേസിൽ പ്രതിപക്ഷ നേതാവിനും 2 മുൻ മന്ത്രിമാർക്കുമെതിരെയുള്ള അന്വേഷണത്തിൽ ഗവർണറുടെയും സ്പീക്കറുടെയും അനുമതി കാത്ത് വിജിലൻസ്. കേസ് രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണം പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് പ്രതിപക്ഷ വിലയിരുത്തൽ. സർക്കാർ നടപടി രാഷ്ട്രീയ പ്രേരിതമെന്നും ആക്ഷേപം. വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി അനുമതി നൽകിയത് ബിജു രമേശിന്റെ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ VK ഇബ്രാഹിം കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ പ്രത്യേക മെഡിക്കൽ സംഘം നാളെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. കേസിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത. കോവിഡ് വാക്സിൻ വിതരണത്തിന് മൊബൈൽ ആപ്ലിക്കേഷനുമായി കേന്ദ്ര സർക്കാർ. കോവിൻ എന്ന പേരിൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കും. രാജ്യത്ത് രോഗമുക്തി നിരക്ക് ഉയരുന്നു. ഡൽഹിയിലും മഹാരാഷ്ട്രയിലും 5000-ലധികം പുതിയ രോഗികൾ. സംസ്ഥാനത്താകെ കോവിഡ് മരണം 2000 കടന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം നാളെ. സീറ്റ് തർക്കത്തിൽ സമവായ ശ്രമവുമായി മുന്നണികൾ. 2 ചിഹ്നം ലഭിക്കാത്തത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകില്ല എന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. പള്ളികൾ ഏറ്റെടുക്കുന്നതിനെതിരായ യാക്കോബായ സഭയുടെ സൂചനാ സമരം. പള്ളികളിലും ഭദ്രാസന കേന്ദ്രങ്ങളിലും സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കും. കോടതി ഉത്തരവുകളുടെ മറവിൽ റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് സഭാംഗങ്ങളെ വഞ്ചിക്കുന്നുവെന്ന ആക്ഷേപം. സംസ്ഥാനത്തുടനീളം അനിശ്ചിതകാല സമര പരിപാടികൾ സംഘടിപ്പിക്കാനും ശ്രമം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി BJP. AIADMKയുമായി സഖ്യം തുടരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് നിർണായക രാഷ്ട്രീയ കൂടിക്കാഴ്ചകൾ. തമിഴ് സൂപ്പർ താരം രജനീകാന്തുമായുള്ള ചർച്ചകൾ വൈകുമെന്നും സൂചന. രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നു. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ DA താൽക്കാലികമായി മരവിപ്പിക്കും. സർക്കാർ ജീവനക്കാരുടെ DAയിലും പെൻഷൻകാരുടെ ആശ്വാസ ഭത്തയിലുമുള്ള നിയന്ത്രണം ജൂലൈ വരെ തുടരും. PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും നിയമനം ലഭിച്ചില്ല എന്ന പരാതിയുമായി ഉദ്യോഗാർത്ഥികൾ. വിവിധ വകുപ്പുകളിലേക്കുള്ള ഡ്രൈവർ റാങ്ക് ലിസ്റ്റിൽ എറണാകുളത്ത് നിന്ന് മാത്രം നിയമനം കാത്ത 286 പേർ. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തിയുള്ള സർക്കാർ ഉത്തരവിനെതിരെയും പ്രതിഷേധം.
24 റൗണ്ട് പൂർണ്ണമാകുന്നു. ബാക്ക് ടു എസ്കെ. താങ്ക് യു പ്രവിത ലക്ഷ്മി. 24 റൗണ്ടപ്പാണ് നിങ്ങൾ കണ്ടത്. ഇനി മറ്റുള്ള വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും നമ്മൾ കടക്കുന്നു. കൊല്ലം ജില്ലയിലെ കുളക്കട പഞ്ചായത്തിൽ LDFുമായി ധാരണയിലെത്താതെ കേരള കോൺഗ്രസ് ബി. പഞ്ചായത്തിൽ സ്വാധീനമുള്ള വാർഡുകളിൽ കേരള കോൺഗ്രസ് ബി ഒറ്റയ്ക്കാണ് മത്സരിക്കുക. പഞ്ചായത്തിലെ 14-ാം വാർഡിൽ മത്സരിക്കുന്ന കേരള കോൺഗ്രസ് ബി സംസ്ഥാന സെക്രട്ടറി പൂവറ്റൂർ സുരേന്ദ്രന് UDF പിന്തുണ പ്രഖ്യാപിച്ചു. കേരള കോൺഗ്രസ് ബിക്ക് വേരോട്ടമുള്ളിടമാണ് കൊട്ടാരക്കരയ്ക്ക് സമീപമുള്ള കുളക്കട ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിലെ 4 വാർഡുകളിൽ മത്സരിക്കാൻ സീറ്റ് നൽകണമെന്ന് LDFിനോട് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാൻ ഇടതുമുന്നണി തയ്യാറായില്ല. പിന്നീട് 2 വാർഡെങ്കിലും നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇടതുമുന്നണി അതിനും തയ്യാറായില്ലെന്ന് കേരള കോൺഗ്രസ് ബി നേതൃത്വം ആരോപിക്കുന്നു. ഇതിനെ തുടർന്നാണ് സ്വാധീനമുള്ള വാർഡുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത്. ഇത്തവണ കേരള കോൺഗ്രസ് ബി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയായപ്പോൾ ഞങ്ങൾക്ക് 2 സീറ്റാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അത് രണ്ടും ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് തിരഞ്ഞെടുപ്പ് നേടുന്നത്. കഴിഞ്ഞ തവണ പൂവറ്റൂർ കിഴക്ക് വാർഡിൽ നിന്നും മത്സരിച്ച് ജയിച്ച സംസ്ഥാന സെക്രട്ടറി പൂവറ്റൂർ സുരേന്ദ്രൻ ഇത്തവണ പൂവറ്റൂർ വാർഡിൽ നിന്നും മത്സരിക്കുന്നു. സ്വതന്ത്രനായി മത്സരിക്കുന്ന ഇയാൾക്ക് UDF പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബാലകൃഷ്ണപിള്ള സാറും KB ഗണേഷ് കുമാർ MLAയും സംസ്ഥാന നേതൃത്വത്തോട് പോലും ആവശ്യപ്പെട്ടിട്ട് കുളക്കടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ സ്വതന്ത്രനായി നോമിനേഷൻ കൊടുത്തത്. UDF സ്വതന്ത്രനായി മത്സരിച്ചാൽ കേരള കോൺഗ്രസ് ബിയുടെ പാർട്ടി നടപടിയും സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ ഉണ്ടായേക്കും. 24 കൊല്ലം. മറ്റൊരു വാർത്ത. 2 ചിഹ്നം ജോസ് കെ മാണിക്ക് അനുവദിച്ചതിനെതിരെ PG ജോസഫ് നാളെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകും. കോടതി വിധി എതിരായതോടെ പാർട്ടി സ്ഥാനാർത്ഥികൾ സ്വതന്ത്രരുടെ ഗണത്തിലേക്ക് മാറുമോ എന്നതാണ് ജോസഫ് പക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ ആശങ്ക. രജിസ്റ്റേർഡ് പാർട്ടി അല്ലാതായി മാറിയതോടെ ഏകീകൃത ചിഹ്നവും ലഭിക്കാതായിരിക്കുകയാണ്. അതൊരു പ്രതിസന്ധിയായിരിക്കുന്നു ജോസഫ് ഗ്രൂപ്പിന്. ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് താൽക്കാലിക സ്റ്റേ വാങ്ങി ഈ പ്രശ്നങ്ങളെ മറികടക്കാനാണ് ജോസഫ് പക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ ശ്രമം. കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സജു ദേവസ്യ ചേരുന്നു. സജു, ഗുഡ് മോർണിംഗ്. എന്തായാലും പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം വന്നത് ജോസഫ് ഗ്രൂപ്പിനൊരു തിരിച്ചടിയായി. അവരുടെ പുതിയ നീക്കം ഈ അപ്പീൽ കൊടുക്കുന്നതിലൂടെ അവർക്ക് മറികടക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? SK 2 ചിഹ്നം ജോസ് കെ മാണിക്ക് അനുവദിച്ചത് ഏതായാലും PJ ജോസഫ് പക്ഷത്തിന് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു. അതായത് ഈ 2 ചിഹ്നം മരവിപ്പിച്ച് 2 ചിഹ്നങ്ങൾ ഇരുപക്ഷത്തിനുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുകയാണ് ചെയ്തത്. ജോസഫ് പക്ഷത്തിന് ചെണ്ടയും ജോസ് കെ മാണിക്ക് ടേബിൾ ഫാനും. പക്ഷേ ഇതിനിടെ ആണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ്, ഇക്കാര്യത്തിൽ ഈ ചിഹ്നം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് വരുന്നത്. ഇതോടുകൂടി നേരത്തെയുള്ള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് അസാധുവായി മാറുന്ന സാഹചര്യം ഉണ്ടായി. പ്രത്യേക അപേക്ഷ നൽകിയാൽ ജോസ് കെ മാണിക്ക് 2 ചിഹ്നം ലഭ്യമാകും. പക്ഷേ ഇതിനിടെ സംഭവിച്ച ഒരു കാര്യം, 2 പക്ഷം എന്ന് കോടതി അംഗീകരിച്ചപ്പോൾ പോലും ജോസഫ് വിഭാഗത്തിന്റെ പാർട്ടി, അതായത് PJ ജോസഫിന്റെ പാർട്ടി ഒരു രജിസ്ട്രേഡ് പാർട്ടി അല്ലാതായി മാറി. അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഏകീകൃത ചിഹ്നം, അതായത് സംസ്ഥാനത്ത് എല്ലായിടത്തും മത്സരിക്കുന്ന PJ ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികൾക്ക് ഏകീകൃത ചിഹ്നം ലഭിക്കാനുള്ള ഒരു സാധ്യത ഒരുപക്ഷെ ചലഞ്ച് ചെയ്യപ്പെടാനാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ സാധ്യത. നാളെ വരെ യഥാർത്ഥത്തിൽ ചിഹ്നത്തിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കാം. അത് പ്രത്യേക സാഹചര്യത്തിൽ ഒരു ദിവസം കൂടി കൂട്ടി നൽകുകയും ചെയ്യാം റിട്ടേണിംഗ് ഓഫീസർമാർക്ക്. പക്ഷേ ഇനിയിപ്പോൾ ഈ ചെണ്ട തന്നെ അനുവദിച്ച് കിട്ടുമോ എന്ന കാര്യത്തിൽ ഒരാശങ്കയുണ്ട്. ആരെങ്കിലുമൊക്കെ എതിർപ്പ് ഉന്നയിച്ച് റിട്ടേണിംഗ് ഓഫീസർമാരുടെ മുൻപിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിലും എത്തിയാൽ ഈ കാര്യത്തിൽ PJ ജോസഫ് വിഭാഗത്തിന് വീണ്ടും തിരിച്ചടി ഉണ്ടാകും. അതായത് വ്യത്യസ്ത ചിഹ്നങ്ങൾ സ്വതന്ത്രർക്ക് ലഭിക്കുന്നത് പോലെ ലഭിക്കുകയും പാർട്ടികളുടെ ലിസ്റ്റിൽ ആദ്യം വോട്ടിംഗ് മെഷീനിൽ മുകൾ ഭാഗത്ത് വരേണ്ടതിന് പകരം താഴേക്ക് പോവുകയും ഒക്കെ ചെയ്യും. ഇതിനെയൊക്കെ മറികടക്കുക താൽക്കാലികമായെങ്കിലും എന്നതുകൊണ്ട് നാളെ തന്നെ, ഇനിയിപ്പോൾ ഇന്നൊക്കെ കോടതി അവധിയായതുകൊണ്ട് നാളെ തന്നെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നു. വീണ്ടും 2 ചിഹ്നം മരവിപ്പിക്കുക എന്നൊരാവശ്യം ഉന്നയിക്കുകയാണ് ചെയ്യുക. അത് ലഭ്യമായില്ലെങ്കിൽ കൂടിയും നേരത്തെ അനുവദിച്ച ചെണ്ട വീണ്ടും ഇതിലെ ഡിസ്പ്യൂട്ട് തീരും വരെ അനുവദിക്കുക, അതായത് ഏകീകൃത ചിഹ്നം അനുവദിച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ഉത്തരവെങ്കിലും നൽകുക എന്ന ആവശ്യം കൂടി കോടതിയുടെ മുൻപിൽ വെക്കുക എന്നതാണ്. താൽക്കാലികമായി ഈ രജിസ്ട്രേഡ് പാർട്ടി അല്ല എന്നുള്ളൊരു പ്രശ്നമെങ്കിലും പരിഹരിച്ചില്ലെങ്കിൽ PJ ജോസഫിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി അത് മാറും. ഏകീകൃത ചിഹ്നം ലഭിക്കണം, അങ്ങനെ ഒരു നിർദ്ദേശം തിരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നൽകണം എന്നൊരു ഇൻട്രീം ഓർഡർ, ഒരു ഇടക്കാല ഉത്തരവെങ്കിലും PJ ജോസഫിന് നേടിയെടുക്കേണ്ടതുണ്ട്. അതല്ലാത്ത പക്ഷം ഈ ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനാർത്ഥികളെ സ്വതന്ത്രരുടെ ഗണത്തിൽപ്പെടുത്തുകയും ചെയ്താൽ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾക്ക് ഒപ്പം വരാതെ സ്വതന്ത്രരുടെ ഇടയിൽ വോട്ടിംഗ് മെഷീനിൽ ഏറ്റവും അവസാനവും മറ്റും അല്ലെങ്കിൽ നറുക്കെടുപ്പിനനുസരിച്ച് ഇടം പിടിക്കുന്നത് പോലെ വരും. ചിഹ്നവും സമാനമായ രീതിയിൽ നറുക്കെടുപ്പിലൂടെ ലഭ്യമാകുന്ന സാഹചര്യം വരും. അത് ഒഴിവാക്കുക എന്നതാണ് PJ ജോസഫിന്റെ ശ്രമം. ഏതായാലും ആ കാര്യത്തിൽ നാളെ കോടതിയുടെ തീരുമാനം ഏറ്റവും നിർണായകമായി മാറുകയും ചെയ്യും. SK. താങ്ക് യു. സജു ദേവസ്യാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇനി കോട്ടയത്തേക്ക്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് കുറവിലങ്ങാട് ഡിവിഷനിൽ ഇക്കുറി വാശിയേറിയ പോരാട്ടം.
കേരള കോൺഗ്രസുകളിലെ കരുത്തരായ വനിതാ സ്ഥാനാർത്ഥികളാണ് ഇവിടെ നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. LDF-നായി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മിയും UDF-നായി മുൻ വൈസ് പ്രസിഡന്റ് മേരി സെബാസ്റ്റ്യനുമാണ് രംഗത്തുള്ളത്. ജോസ് കെ മാണി വിഭാഗത്തിന്റെ മുന്നണി മാറ്റത്തിന് കാരണമായ ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണ LDF-നും UDF-നും അഭിമാന പോരാട്ടമാണ്. ഒട്ടുമിക്ക ഡിവിഷനുകളിലും ഇരുമുന്നണികളും പരിചയസമ്പന്നരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി. കേരള കോൺഗ്രസുകൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന വനിതാ സംവരണ ഡിവിഷനായ കുറവിലങ്ങാട് മുൻ ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികൾ തന്നെയാണ് ഏറ്റുമുട്ടുന്നത്. ജോസഫ് വിഭാഗത്തിനായി രംഗത്തുള്ളത് മുൻ വൈസ് പ്രസിഡന്റ് മേരി സെബാസ്റ്റ്യൻ. പുതിയ ചിഹ്നം മത്സരത്തിൽ പ്രതിസന്ധിയാകില്ലെന്നും വിജയം ഉറപ്പാണെന്നും UDF സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥികളായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യും എന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ്. അതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. അതാണ് 2013-15 കാലത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന നിർമ്മല ജിമ്മിയാണ് ജോസ് വിഭാഗം സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ പൂഞ്ഞാറിൽ നിന്നും മത്സരിച്ച് പരാജയപ്പെട്ട നിർമ്മല പാർട്ടി ചിഹ്നമായ 2 ലഭിച്ചതോടെ ആത്മവിശ്വാസത്തിലാണ്. ഈ ഡിവിഷനിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ സാധിക്കും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പരമാവധി പേരെ നേരിൽ കണ്ട വോട്ടുകൾ അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് ഇരുപക്ഷവും. ലക്ഷ്മി ജയദേവനാണ് ഇവിടെ NDA സ്ഥാനാർത്ഥി. പരിചയസമ്പന്നരായ വനിതാ സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുമ്പോൾ ശ്രദ്ധേയമാകുകയാണ് ജില്ലാ പഞ്ചായത്ത് കുറവിലങ്ങാട് ഡിവിഷനിലെ പോരാട്ടം. 24 കോട്ടയം.